അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ലെന്ന് രാഹുൽ ഈശ്വർ ഇന്നും ആവർത്തിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വിട്ടതിൽ സന്തോഷമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ മറ്റൊരു പ്രതികരണം. 11 കിലോഗ്രാം കുറഞ്ഞു. ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം. ഒന്ന്, ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല സുഹൃത്തെ. ഞാൻ നിയമവിരുദ്ധമായൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഫോട്ടോ ഇട്ടിട്ടില്ല. പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് അറിയാം. അഡ്വക്കേറ്റിനെ കണ്ടില്ല. അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണ്ട. ഇതുകൊണ്ടാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ഷഫീദ്, വാദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിലാണ്, കസ്റ്റഡിയിലാണ്. വിശദാംശം. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതി ചില റിമാർക്കുകൾ പറഞ്ഞതാണ്. 2 തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി കോടതി നിഷേധിച്ചത്. അതിൽ ഒന്നാമത്തെ തവണ ഈ കേസിന്റെ ഇന്റൻസിറ്റി പരിഗണിച്ചും, രണ്ടാമത്തെ തവണ പ്രതി അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യവുമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ ഈശ്വറിന്റെ ജയിലിലെ നിരാഹാരം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു, കസ്റ്റഡിയിൽ നിരാഹാരം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘം പ്രധാനമായും ഉയർത്തുകയും ചെയ്തത്. എന്നാൽ അന്ന് അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ കാരണത്താൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കാരണവും ആ സാഹചര്യത്തിലാണ് നാളെ 11 മണി വരെ വീണ്ടും സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് രാഹുൽ ഈശ്വറിനെ കോടതി വിട്ടു നൽകിയത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവ് ശേഖരണം ആവശ്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. മാത്രമല്ല, രാഹുൽ ഈശ്വർ നിലവിൽ ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും രാഹുലിന്റെ അഭിഭാഷകൻ ഇനി സമാനമായിട്ടുള്ള കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഒരു പക്ഷേ നാളെ 11 മണിക്ക് കസ്റ്റഡിയിൽ നിന്ന് മടക്കിയ ശേഷം വീണ്ടും രാഹുൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചേക്കും. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.